കൊല്ലം കുളത്തൂപ്പുഴ അരിപ്പ സമരഭൂമിയിൽ നിന്നിരുന്ന കൂറ്റൻ റബ്ബർ മരം കനത്ത മഴയെ തുടർന്ന് ഒടിഞ്ഞു വീണ് ഭാരതീപുരം സ്വദേശിനി രാധാമണി താമസിച്ചു വന്ന കുടിൽ പൂർണ്ണമായും തകർന്നു. കുടിലിൽ താമസിച്ചിരുന്ന വീട്ടമ്മ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇതുപോലെ നിരവധി കുടിലുകളുടെ മുകളിൽ ഏതു സമയവും ഒടിഞ്ഞു വീഴാറായി ധാരാളം റബ്ബർ മരങ്ങൾ ഇവിടെ അപകടാവസ്ഥയിൽ നിൽപ്പുണ്ട്. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. സംഭവം അപ്പോഴത്തേന് കയറി കിടന്ന് അങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പേ മരം ഒടിഞ്ഞ് വീണ് കഴിഞ്ഞു. ഒരലമാര ഇരുന്നതുകൊണ്ട് ജീവൻ രക്ഷിച്ചിങ്ങനെ നിന്ന് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനും ഒക്കാതെ വന്നു പോയി. ഇത്രയും കാലമായി 10-15 വർഷം ഇതിനകത്ത് വന്ന് കയറിയിട്ട് ഇനി ഒരു മാടം ഉണ്ടാക്കാൻ പോലും നിവൃത്തിയില്ലാത്തവണ ഞാൻ എന്ത് വേണമെന്നുള്ള ഇതിൽ നിൽക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യണം, ആരെന്നെ ഒരു സഹായം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് ഇങ്ങനെ നിൽക്കുക. ഞാനിനിയും അല്ലാതെ ഒരു നിവൃത്തിയില്ലെങ്കിൽ എനിക്കൊരു മാടം ഉണ്ടാക്കാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തതാണ്. ഈ ഒരു മാടം ഒരു കുടിക്ക് അവർ കിണറും എല്ലാം ഞാൻ ഒപ്പിച്ചതാണ്. പക്ഷേ എല്ലാം എനിക്ക് നശിച്ച് പിന്നെ എല്ലാ മരങ്ങളും കരിഞ്ഞ് ഉണങ്ങി നിൽക്കുകയാണ്. എപ്പോഴായാലും കെട്ടിടത്തിൻ്റെ പുറത്ത് വീഴാനുള്ള സാധ്യത ഉണ്ട്. എപ്പോഴും മരം മുറിച്ച് മാറ്റിയാൽ കൊള്ളാം. ഈ സമരഭൂമിക്കകത്ത് നിൽക്കുന്ന മരങ്ങൾ മൊത്തം അടികൊണ്ട് കംപ്ലീറ്റ് പോയി, എല്ലാം ഉണങ്ങി നിൽക്കുക മരങ്ങൾ. ഈ അടുത്ത കാറ്റത്തും മഴയത്തും എങ്ങനെയാണെങ്കിലും ഷെഡിൻ്റെ മണ്ടയ്ക്ക് വീണ് ആൾക്കാർ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് മരങ്ങൾ വെട്ടി മാറ്റി ഇവിടുന്ന് മാറ്റണമെന്നുള്ള താല്പര്യപ്പെടുന്നു. മരങ്ങളെല്ലാം കയറെ കെട്ടി നിർത്തിയിരിക്കുക, മിക്ക മരങ്ങളും കയറെ വള്ളത്തെ കെട്ടി നിർത്തിയിരിക്കുക മരങ്ങളെല്ലാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ വെട്ടി മാറ്റി ആൾക്കാരുടെ ജീവൻ രക്ഷിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എത്രയും വേഗം ബന്ധപ്പെട്ട അധികൃതർ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എൻ്റെ പിന്നിലായിട്ട് കാണാം ഒരു ഷെഡിൻ്റെ മണ്ടയിലൂടെ ഇന്നലെ രാത്രിയിൽ മരം ഒടിഞ്ഞു വീണു. അതിനകത്ത് ആളുണ്ടായിരുന്നു, രാധാമണി എന്ന് പറയുന്ന സ്ത്രീ അതിനകത്തുണ്ടായിരുന്നു. അവരുടെ കോഴിക്കൂട്ടിനകത്ത് കോഴി ഉണ്ടായിരുന്നു. അവരുടെ ആ റൂമിനകത്തിരുന്ന അലമാരയുടെ മണ്ടയിൽ ഈ റബ്ബർ മരത്തിൻ്റെ ശിഖരങ്ങൾ തങ്ങി നിന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇവിടെ ഒരു മരണം സംഭവിച്ചെങ്കിൽ മാത്രമേ മരം മുറിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക? ഇതിനെതിരെ ശബ്ദമുയർത്താൻ ഇവിടുത്തെ ഈ സമരത്തിൽ പങ്കെടുത്ത് നിൽക്കുന്ന ഇവിടുത്തെ തൊഴിലാളികൾ, ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഭാഗത്തു നിന്ന് ഒരുപടി മണ്ണ് കിട്ടിയപ്പോഴും സമാധാനമായിട്ട് കടന്നുറങ്ങാൻ സമരഭാഗത്തു നിന്നുള്ള ആൾക്കാർ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതിനാൽ ഈ മരം നിൽക്കുന്ന നമ്മുടെ പുറയിൽ നിൽക്കുന്ന മരം ഒരു ജീവനേലും ഇവിടെ അപകരിച്ചു പോകും. അതിനായിട്ട് സർവ്വദൈവത്തെയും വിളിച്ചാണ് നമ്മളിവിടെ കിടക്കുന്നത്. പ്രായമുള്ള അമ്മമാരും നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരും ഇവിടെ ജീവനെ ഭയന്നാണ് കിടക്കുന്നത്. ഈ മരം മുറിക്കാൻ സമ്മതിക്കാത്തതിനാൽ നമ്മളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത് എത്രയും പെട്ടെന്ന് വാസയോഗ്യമാക്കി തരാൻ വേണ്ടി നമ്മൾ അപേക്ഷിക്കുകയാണ്. സമരം ചെയ്ത ഭൂമിക്ക് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുൻ MLA PS സുപാലിന്റെ ഇടപെടൽ മൂലം പട്ടയം ലഭിച്ചിരുന്നു. എന്നാൽ ചിലർ തർക്കവാദം കൊണ്ടുവന്നതുമൂലം മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ താമസം നേരിടുന്നു. ഇനിയും വൈകിയാൽ കുടിലുകളിൽ താമസിക്കുന്നവർക്ക് അപകടം സംഭവിക്കുവാൻ സാധ്യത ഏറെയാണ്. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ്, ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ക്ലിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഫോർക്ക്ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ക്ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.